ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ സുമിത്രയും പൂജമോളും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂജമോൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത സുമിത്രയുടെ സങ്കടം കണ്ട് പൂജമോള് അമ്മയ്ക്ക് തണലായും ആശ്വാസമായുമുള്ള സംസാരങ്ങളും ഒക്കെ പറയുന്നു. അങ്ങനെ മകൾക്ക് കിട്ടിയ ശമ്പളം അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ സുമിത്രയ്ക്കുണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. അങ്ങനെ ആ പൈസ വാങ്ങിക്കാതെ അത് മകളുടെ കയ്യിൽ തന്നെ വെച്ചോളാൻ പറഞ്ഞ് സുമിത്ര അതിനെ പറഞ്ഞു വിട്ടു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സുമിത്ര ഇങ്ങനെ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഒക്കെ കണ്ണുകൾ നിറഞ്ഞ് അവിടെ ഇരിക്കുക. പിന്നീടാണെന്നുണ്ടെങ്കിൽ അരവിന്ദൻ നല്ല സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് രഞ്ജിത്ത് എന്ന് വിളിച്ചു. മുഖത്ത് വെള്ളമൊക്കെ തളിച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ ആരാ എന്താ എന്നൊക്കെ ചോദിച്ച് ഇയാൾ എഴുന്നേറ്റു. നിങ്ങളിങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങണ്ടാന്ന് പറഞ്ഞു. എൻ്റെ ഉറക്കം കിടത്തിയിട്ട് നിങ്ങളിങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങണ്ട. എന്താ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അരവിന്ദനോട് എന്തായാലും ചോദിക്കാം, നിങ്ങൾ അനിരുദ്ധിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചോ? അപ്പോൾ അനിരുദ്ധോ? ഏതനിരുദ്ധ്? എനിക്കൊരു അനിരുദ്ധിനെ അറിയില്ലെന്ന് ഉറക്കപ്പിച്ചിൽ പറയണം. ഇത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം, ഇത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങൾ എന്തിനിവിടെ ഇങ്ങനെ കഴിയുന്നതാണ്? നിങ്ങളെക്കൊണ്ട് എനിക്ക് ഒരു ഗുണവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് അരവിന്ദൻ ചാടി എഴുന്നേറ്റു. രഞ്ജിതേ, വേണ്ട, നിങ്ങൾ കൂടുതൽ എൻ്റെ മുന്നിലൊന്നും സംസാരിക്കണ്ട. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് നിങ്ങൾ ഉരുളാനൊന്നും നോക്കണ്ട. നിങ്ങളെക്കൊണ്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നും എനിക്ക് അറിയാമെന്നും പറഞ്ഞ് രഞ്ജിത ഇയാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ഈ ഒരു സമയത്താണ് അവിടേക്ക് നമ്മുടെ മകൻ കയറി വരുന്നത്. മകൻ കയറി വന്നു കഴിഞ്ഞപ്പം ഇവിടെ എന്നും ഇത് തന്നെയാണോ എന്ന് ചോദിച്ചു. എടാ, നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് ഇയാളുണ്ടല്ലോ, ഇയാളെ ഒന്നിനും കൊള്ളില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പിടിപ്പിക്കുക. അപ്പം അമ്മ മകനോട്. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മകൻ, അതെ അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ? ഇനി നീ എന്ത് പൊല്ലാപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത് പൊല്ലാപ്പൊന്നുമല്ല. ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് സുമിത്രയെ ക്ഷണിച്ചെന്ന് പറഞ്ഞു. സുമിത്രയെയോ? അവളെ എന്തിനാ നീ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അവളെ ക്ഷണിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നെന്ന് പറഞ്ഞപ്പോൾ, അമ്മേ, അവരെ ക്ഷണിച്ചതിനൊരു വ്യക്തമായ കാരണമുണ്ട്. അവരെ വിളിച്ചാൽ മാത്രമേ പൂജ അന്നത്തെ ദിവസം ഇവിടെ വരികയുള്ളൂ. പൂജ ഇവിടെ വന്നാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുപോലെ ഞാൻ ദീപുവിൻ്റെ വീട്ടിലും പോയി ക്ഷണിച്ച കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് സുമിത്രയ്ക്കെതിരെ പൂജയെ കരുവാക്കി കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അമ്മേ, പൂജ എൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അവളും അതുപോലെ ഞാനും നമ്മളെല്ലാവരും നല്ല ഇതായിട്ട് പെരുമാറും. അവളോട് നല്ല ഇതായിട്ട് തന്നെ പെരുമാറണം. സുമിത്രയെ ഒരു അന്യയെ പോലെ അങ്ങ് മാറ്റി നിർത്തണം. അപ്പോൾ പൂജ നമ്മൾക്കരികിലേക്ക് വന്നുവെന്നും സുമിത്ര ഒറ്റപ്പെടുകയാണെന്നും സുമിത്രയ്ക്ക് ഇനി രക്ഷയില്ലെന്നും ആ ഒരു തിരിച്ചറിവ് സുമിത്രയ്ക്കുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യമൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അല്ലാതെ സുമിത്രയെ വിളിക്കാനോ അല്ലെങ്കിൽ പൂജയെ വിളിക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നാലും എൻ്റെ രഞ്ജിത, ഇവൻ്റെ ഒരു ബുദ്ധി. നിങ്ങളും മിണ്ടാതിരി അരവിന്ദേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം രഞ്ജിത പറഞ്ഞു, എനിക്ക് ഇവനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഗുണമുണ്ട്, നിങ്ങളെക്കൊണ്ട് അതുപോലും ഇല്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു. അപ്പം മകൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ശരിയാണ്, അതൊരു പ്ലസ് പോയിൻ്റ് ആണ് എന്നങ്ങനെ ചിന്തിച്ചുകൊണ്ട് രഞ്ജിത അവിടെ നിൽക്കുക. അപ്പോൾ രഞ്ജിത ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇതിനെല്ലാം മറുപടിയായിട്ട് എന്നാലും നമ്മുടെ മകൻ്റെ ബുദ്ധി അപാരം, അവൻ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞ് അരവിന്ദൻ അവിടെ നിന്ന് അങ്ങ് കയറി പോവുകയും ചെയ്തു. അതുപോലെ തന്നെ രഞ്ജിതയും കയറിപ്പോയി. പിന്നെ നമ്മുടെ പങ്കജ് ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് അവിടെ നിൽക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അവിടെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സുമിത്രയുടെ വീട്ടിൽ പൂജ വന്ന് സുമിത്രയോട് ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഒരിക്കലും രഞ്ജിതയുടെ ഒരാവശ്യത്തിനും ഞാൻ പോകില്ലെന്നും അവളുടെ പടിക്കകത്ത് ഞാൻ കയറില്ലെന്നും സത്യം കണ്ടെത്തുന്നത് വരെ എന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ, അമ്മ അങ്ങനെ ഒരിക്കലും പറയരുത്. ഇതിന് നമ്മൾ പോകണം എന്നാണ് ഞാൻ പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾക്ക് ഈ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിതാൻ്റിക്ക് ആരൊക്കെയായി ബന്ധമുണ്ടെന്നും രഞ്ജിതാൻ്റിയെ പരിചയമുള്ളവർ എല്ലാവരും എന്തായാലും വരും. എല്ലാവരെയും രഞ്ജിതാൻ്റി വിളിക്കുകയും ചെയ്യും. അപ്പോൾ രഞ്ജിതാൻ്റിയുടെ ബന്ധങ്ങളും അല്ലെങ്കിൽ രഞ്ജിതാൻ്റി ആരൊക്കെയായിട്ട് ഇപ്പോൾ ബന്ധം പുലർത്തുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് കഴിയും. അങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മനസ്സിലാക്കിയെടുക്കത്തില്ലേ അമ്മേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സുമിത്ര നോക്കിയപ്പോൾ ശരിയാണല്ലോ, മോള് പറഞ്ഞതിലും കാര്യമുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിതയുടെ കള്ളത്തരങ്ങളൊക്കെ ഏകദേശമൊക്കെ പിടികിട്ടും. അങ്ങനെ ആ ഒരു ഇതിൽ സുമിത്ര പറഞ്ഞു, എന്നാൽ നമുക്ക് പോകാൻ മോളെ എന്ന് സുമിത്രയും പറഞ്ഞു. അങ്ങനെ ഇവർ പോകാനായിട്ട് ആ ഒരു തീരുമാനത്തിൽ നിൽക്കുക. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരവിന്ദൻ രഞ്ജിതയുടെ അടുത്തേക്ക് ചെന്നു. അല്ല രഞ്ജിത, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ? അന്ന് ബർത്ത്ഡേയുടെ അന്ന് സുമിത്ര വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഉം, നമുക്ക് എന്തെങ്കിലും പ്രശ്നമാവുമോ? അവളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വെല്ലുവിളിച്ചിട്ടൊക്കെയല്ലേ ഇറങ്ങിപ്പോയത്. എന്ത് പ്രശ്നമാകാൻ? ഒരു പ്രശ്നമാവില്ല. എൻ്റെ കാൽ കീഴിലിട്ട് അവളെ ചവിട്ടി അരയ്ക്കാൻ എനിക്കൊരു അവസരം നോക്കി ഞാൻ നടക്കുകയായിരുന്നു. എന്തായാലും എൻ്റെ മകനായിട്ട് എനിക്ക് ആ അവസരം കൊണ്ടു തന്നു. ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. അവൾ വരണം, ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാം കാണണം. അവൾ കണ്ട അവളുടെ മനസ്സ് വിങ്ങി വിങ്ങി നീറണം. ആ മനസ്സ് എനിക്ക് കുത്തി പറിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത സുമിത്രയോടുള്ള ദേഷ്യത്തിൻ്റെ ആഴം ഈ അരവിന്ദൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കുക. പക്ഷേ രഞ്ജിതയുടെ അടിവേര് തോണ്ടാനാണ് സുമിത്രയും അതുപോലെ തന്നെ പൂജയും കൂടെ വരുന്നത് എന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ രഞ്ജിതയുടെ വീട്ടിലൊരു ബോംബ് തന്നെ പൊട്ടിക്കും നമ്മുടെ സുമിത്ര, അതിന് യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെ അവരുടെ ചതിയും അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ അറിയാതെ സുമിത്രയെ ചതിക്കാമെന്നുള്ള പ്ലാനുമായിട്ട് ഇവരിവിടെ നിൽക്കുന്നു. എന്തായാലും പണി പാലുവെള്ളത്തിൽ കിട്ടാൻ പോകുന്നത് രഞ്ജിതയ്ക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ ആ ഒരു തീരുമാനം എടുത്ത് ഇവരിവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സുമിത്ര അവിടെ വീട്ടിൽ നിന്ന് ശീതളിൻ്റെ ഫോണിലേക്ക് വിളിക്കുക. ശീതളിൻ്റെ ഫോണിലേക്ക് വിളിച്ച സമയമൊന്നും കിട്ടുന്നില്ല. കുറേ പ്രാവശ്യം വിളിക്കും തോറും എൻഗേജ്ഡ് ആണ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സുമിത്രയ്ക്ക് ഞെട്ടലും ടെൻഷനും കൂടി വരിക. അപ്പോൾ സരസ്വതി അമ്മ അങ്ങോട്ടേക്ക് വന്നു. സരസ്വതി അമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ സുമിത്ര, നിനക്ക് എന്താ പറ്റി, നീ ആരെയും വിളിക്കുന്നതെന്ന് ചോദിച്ചു. എന്താ ഇനി അതും ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാനാണോ എന്ന് സുമിത്ര ചോദിച്ചപ്പോൾ അതൊന്നും അല്ല, നീ ആരെയാണ് വിളിക്കുന്നത്, നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ശീതളിനെ വിളിക്കുമായിരുന്നു, ശീതളിനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മ ശീതൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അന്ന് ആ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഡെലിവറി ബോയ് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ശീതൾ വീഴാൻ പോയതും ആ ചെറുപ്പക്കാരൻ ശീതളിനെ കയറിയൊന്ന് രക്ഷിക്കാൻ നോക്കിയതും അപ്പോഴേക്കും അത് കണ്ടുകൊണ്ട് വന്ന ഭർത്താവ് സച്ചിൻ ആ പുരുഷനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടിയതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സരസ്വതി അമ്മ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് പേടിയായി. ഇനിയിപ്പം സച്ചിൻ എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ, എനിക്കത് ഓർക്കുമ്പോൾ പേടിയാവുകയാണെന്ന് പറഞ്ഞ് സുമിത്ര ആകെ ഇതാവുക. അപ്പോഴത്തേക്ക് അടുത്ത് നിന്ന് സരസ്വതി അമ്മയും ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. സരസ്വതി അമ്മയ്ക്ക് ഉള്ളിൽ സന്തോഷമായിരിക്കും. അതിനപ്പുറം സരസ്വതി അമ്മയുടെ മനസ്സിൽ നിന്ന് മറ്റൊന്നും നന്മയും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സുമിത്ര ശീതളിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ അവലാതി പിടിച്ചു ണ്ടിരിക്കുക. ഇനിയിപ്പോൾ ശീതളിൻ്റെ വീട് വരുമെന്ന് പോയി നോക്കിയാലോ, ശീതളിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അവിടെ പോയി നോക്കിയാലല്ലേ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ പോയി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ സുമിത്ര തൻ്റെ മകൾക്ക് എന്തു പറ്റി എന്നുള്ള ആ ഒരു സങ്കടം അറിയാത്തതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണെന്നുള്ള ഇതിൽ സുമിത്ര ഇങ്ങനെ ചിന്തയായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പ്രേമയും അതുപോലെ തന്നെ വിശ്വനും കൂടി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ പ്രേമയും വിശ്വനും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ സുമിത്രയെക്കുറിച്ച് വരുന്നു. അപ്പോൾ അനിരുദ്ധും അനന്യയും തമ്മിലുള്ള ബന്ധം പിരിയുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം പിരിയാൻ തൽക്കാലം കുറച്ച് അങ്ങ് മുന്നോട്ട് പോട്ടെ എന്ന് ഇപ്പോൾ പ്രേമ പറയുന്നു. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, അതും തന്നെ ഇപ്പം ഇങ്ങനെ ഇത്രയും നാളും അവർ തമ്മിലുള്ള ബന്ധം എത്രയും പെട്ടെന്ന് പിരിഞ്ഞാൽ അത്രയും നല്ലതാണെന്നാണല്ലോ നീ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നീ എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ അനിരുദ്ധ് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സുമിത്ര ജീവനോടെ ഇരിപ്പുണ്ടെന്നുള്ള സത്യം അനിരുദ്ധ് തിരിച്ചറിയും, അല്ലെങ്കിൽ അനിരുദ്ധ് തേടി പിടിക്കും. അങ്ങനെ തേടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിരുദ്ധിനെ ഒരിക്കലും പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല. മറിച്ച് സുമിത്രയോടൊപ്പമായിരിക്കും അവൻ പിന്നെ ജീവിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, സുമിത്ര ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ആ ഒരു സത്യം നമ്മൾ മറച്ചു വെച്ചതിൻ്റെ പേരിൽ എങ്ങനെയൊക്കെ അനിരുദ്ധ് നമ്മളോട് പെരുമാറും അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ പ്രതികരിക്കും എന്നുള്ള കാര്യം അറിയില്ല. അത് ചിലപ്പോൾ അനന്യയോടാവാം അല്ലെങ്കിൽ നമ്മളോടാകാം. അതുകൊണ്ട് നമ്മളെന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അതുകൊണ്ട് അനിരുദ്ധ് കുറച്ച് കാലവും കൂടി ഇങ്ങനെയൊക്കെ ഇവിടെ നിന്നങ്ങ് പോട്ടെ. അപ്പോൾ സുമിത്ര ജീവനോടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം അത് അവൻ അറിയുകയുമില്ല. അതുപോലെ തന്നെ അതിനെ ചകഞ്ഞവൻ ഇറങ്ങാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ എന്തായാലും അതല്ലേ ഞാൻ നോക്കിയിട്ട് നല്ല കാര്യമായിട്ട് തോന്നുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അനിരുദ്ധതയെ കയറി വരുന്നു. അനിരുദ്ധ കയറി വന്നപ്പോഴത്തേക്കും പ്രേമ അനിരുദ്ധിനെ കണ്ടു. ഈശ്വര, കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നോർത്ത് പേടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അനിരുദ്ധ കയറി വന്നിട്ട് ഇവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്താ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഒരിത് കേട്ട് കാണും എന്നുള്ളൊരിതിൽ അനിരുദ്ധ നിൽക്കുകയാണെന്നാണ് പ്രേമ വിചാരിച്ചത്. അങ്ങനെ പ്രേമ പേടിച്ച് വിറച്ച് അനിരുദ്ധിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അനിരുദ്ധ് ഇവരുടെ അടുത്തേക്ക് വരുന്തോറും പ്രേമയുടെ നെഞ്ചിലിങ്ങനെ പഞ്ഞി വെച്ചാൽ കത്തുന്നത് പോലെയായി. അപ്പോൾ അനിരുദ്ധ് ഇവരുടെ അടുത്തേക്ക് കയറി വന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടി ഇവിടെ മാറി നിന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പപ്പ അടിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം പ്രശ്നമോ? എന്തു പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ എന്തോ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ അവർ കിടന്ന് ഉരുണ്ട് കളിക്കാം. അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു എന്ന് അനിരുദ്ധ് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഞെട്ടി. പണി തീർന്നു, ഇനിയിപ്പോൾ അധികം ഒന്നും ഇവിടെ നിന്ന് വാചകം അടിച്ചിട്ട് കാര്യമില്ല, അനിരുദ്ധ് പണി തരാൻ പോവുകയാണെന്നുള്ള കാര്യം
പ്രേമയ്ക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. അങ്ങനെ അനിരുദ്ധ അത് പറയാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ സ്വരമോൾ ഇറങ്ങി വന്നു. സ്വരമോളെ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു മാറ്റർ അങ്ങ് വിട്ടുപോയി. ഡാഡിയെ എന്ന് വിളിച്ച് ഓടി ഇറങ്ങി വന്ന് കുഞ്ഞിങ്ങനെ സ്നേഹത്തോടെ ഓരോരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് അനിരുദ്ധിനെ വിളിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേമ, എൻ്റെ പൊന്നു വിശ്വമായിട്ടാണ്, ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ പേടിച്ചു പോയി. അവൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. കേട്ടാലും കേട്ടില്ലെങ്കിലും അതിനൊക്കെയുള്ള മറുപടി കൊടുക്കേണ്ട ആൾ താനാണ്, അതിൽ എനിക്കൊരു പങ്കുമില്ല എന്നും പറഞ്ഞ് വിശ്വൻ അങ്ങ് കൈ കഴുകി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളും കഥാവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.